നിങ്ങളൊക്കെ വീട്ടിൽ വളർന്ന പശുക്കുട്ടികൾ ഇങ്ങനെയാണോ? ഒരു വയസ്സാവായ അമ്മമ്മോ ഞാൻ പോച്ചിറക്കാൻ പോവാ. ഫേവറേറ്റ് ഫുഡ് മൊത്തം തപ്പിയോ? അപ്പൊ നമ്മള് പോകുന്ന അമ്പലം എന്ന് പറയുന്നത് പള്ളിമൺ ശിവക്ഷേത്രത്തിലാണ് പോകുന്നത്. പോച്ചേർത്തു ഇതും കൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും. അങ്ങനെ നിൽക്കട്ടെ, ഞാൻ എലിക്ക് നല്ല പച്ച പുല്ല് ഭയങ്കര. കേട്ടാം. ഹായ് മച്ചന്മാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോഴേ നമ്മുടെ അച്ഛനും അമ്മയും കൂടെ ഇല്ലേ വർഷത്തിലെങ്ങാണ്ട് 12 ദിവസം മാത്രം തുറക്കുന്ന ഒരു അമ്പലം ഉണ്ടല്ലേ, പേര് മറന്നു, തിരുവനായിക്കുളം എന്തോ അങ്ങനെ ഒരു അമ്പലമുണ്ട്. അങ്ങനെ അവിടെ പോയേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനും ഞങ്ങളുടെ അമ്മൂമ്മയാണ് ഈ വീട് ഭരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പാചകം, വീട്ടുജോലികൾ, അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ, ഇതെല്ലാം സ്പെഷ്യലൊന്നും ഉണ്ടാക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ മേടിച്ച് ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനതിൽ രാവിലെ ഇന്ന് എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം. അപ്പോൾ ജസ്റ്റ് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. അവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, ഞങ്ങൾ എണീറ്റ് ചായ കുടിച്ചതുപോലെ. പിന്നെ അവരൊരു 5 മണിയായപ്പോഴാണ് പോയത്. അതുകൊണ്ട് ഞാൻ അരി അങ്ങ് അടപ്പയിട്ടുണ്ട്. അതിപ്പോൾ അമ്മമ്മ നോക്കിക്കോളും. അപ്പോൾ ഞാൻ എന്നാലും അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. അമ്പലത്തിൽ പോയേച്ച് ആരുമില്ല, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ലൈറ്റ് വന്നിട്ട് അണയ്ക്കാം. അരി നോക്കിക്കോണേ. പിന്നെ അരി വേവായി, പിന്നെ ലൈറ്റ് അല്ല നിലവിളക്ക കരിഞ്ഞു പോകും. ഇപ്പം വരാം. അണച്ചോ. ഞാനേ അമ്പലത്തിൽ പോയിട്ട് വരുന്നു. നമ്മള് പോകുന്ന അമ്പലം എന്ന് പറയുന്നത് പള്ളിമൺ ശിവക്ഷേത്രത്തിലാണ് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പത്തുള്ള വീഡിയോയ്ക്കകത്ത് കുറച്ച് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയത്തില്ല. നമുക്ക് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ബാക്കി പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്താ ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് അമ്പലത്തിന്റെ പരിസരം നല്ല രസമാണ് കേട്ടോ കാണാൻ. കാരണം ആ സൈഡിൽ ഫുള്ള് ഒരുമാതിരി തടാകം പോലെ, മീൻസ് കായൽ പോലെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. പിന്നെ നല്ലൊരു ആൽമരം, ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ ചെത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളങ്ങനെ ശിവക്ഷേത്രത്തിൽ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളിമൺ ശിവക്ഷേത്രം. അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. യെസ്, ഇനി നമുക്ക് കലാപരിപാടികൾ ഓരോന്നായിട്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കൊക്കെ ഉള്ള ഫുഡ് പിന്നെ ഉണ്ടാക്കാം. ആദ്യം കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒന്ന് റെഡിയാക്കി അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് അങ്ങ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ നിന്ന് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ പശുവിനെയൊക്കെ ഒന്ന് കറക്കട്ടെ. രാവിലെ പശുവിനെ ഞാൻ കറക്കാം, അല്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ പാടാം. അല്ലെങ്കിൽ പിന്നെ അമ്മമാര് കിടന്ന കരച്ചിലും വിധിച്ചിലും പിന്നെ വെള്ളവും കൊടുത്ത് ഇവരെ അങ്ങ് വയലിൽ കെട്ടിക്കഴിഞ്ഞാൽ, അതായത് പശുവിനെ കറക്കുന്നു, അതിന് വെള്ളവും കൊടുത്തങ്ങ് വയലിൽ കെട്ടിക്കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഒരു ഉച്ച വരെ നിങ്ങൾ തിന്നോളൂ. ഹേ ഗൈസ്, ഹേ പ്രഭു, ഇതാരാ? വരുന്നു. ഞാൻ എൻ്റെ പിള്ളേരെ ഒന്ന് കറക്കട്ടെ. കറന്നേച്ചൊക്കെ വരാമെന്നേ, കാരണം മൊബൈൽ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും എടുത്തു തരാനൊന്നുമില്ല. കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെന്നേ. കാരണം ഞാൻ പെണ്ണുമ്പുള്ളൊന്ന് എടുത്ത് തരുമായിരിക്കും ഇതുപോലെ വീഡിയോസൊക്കെ. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടു അല്ലേ. ഇവിടെ ഞാനേ അവരൊന്ന് കറന്നിട്ട് പാലും കൊണ്ട് വരുന്നു. കറവയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇത് ചുമ്മാ മഴക്കി ഇരിക്കും. ചെയ്തോ ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ അരി അടപ്പായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയെല്ലാം നാട്ടെ ഞാനിപ്പം ഊറ്റിയിട്ടുണ്ട്. അതിരുന്നോട്ടെ. ഇങ്ങനെയുള്ള പരിപാടി എന്ന് പറഞ്ഞാലേ നമുക്ക് ഇന്നലത്തെ കുറച്ച് കഞ്ഞിവെള്ളമുണ്ട്. ഇതാണ് നമുക്ക് പശുവിന് കൊടുക്കണം. അപ്പോൾ ഞാൻ പശുവിന് കൂട്ടി പോയി പാത്രമൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. ഇതിനി അടുക്കളയിൽ നിന്ന് കുറച്ച് നേരം ഇതെല്ലാം കൂടെ പറക്കി ഇവിടെ കൊണ്ടുപോകും. പിന്നെ കുറച്ച് ഇതെല്ലാം കൂടെ പറക്കി ഇവിടെ കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ അമ്മയുടെ പരിപാടി. ഇല്ലേ മമ്മി? ഓ, വേറൊരു കാര്യമുണ്ട് കേട്ടോ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മയ്ക്ക് പ്രായമായി, അമ്മ ഇതൊന്നും ചെയ്യണ്ട എന്ന് നമ്മൾ പറയരുത്. നമുക്ക് ദേഷ്യം വരും. അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും ജോലിയൊക്കെ ചെയ്ത് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മമ്മ ഈ മിറ്റമൊക്കെ ഈ കരിയിലെല്ലാം അമ്മമ്മ എല്ലാം അങ്ങോട്ട് പൊലിച്ചു കൂട്ടിയിട്ട് തീയിടും. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളാണ്. ഹലോ ഗൈസ്, ഈ പള്ളി ഞാൻ പോയി. നിങ്ങൾക്ക് നിങ്ങളുടെ പാത്രം എന്ത് ചെയ്യടി? വെള്ളം കുടിക്കണ്ടേ നമുക്ക്? ഇടിക്കണോ? നമുക്കൊരു പാത്രമുണ്ട്. യെസ്, ഞാൻ ഇവർക്കൊന്ന് വെള്ളം കൊടുക്കട്ടെ. പോയി പല്ല് തേക്കുക. ഞാൻ അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കുന്നതാണ്. എന്താണെന്നൊന്നും ചോദിക്കരുത്, ഒരു വെറൈറ്റി സാധനമായിരിക്കും കേട്ടോ. കാരണം അമ്മയ്ക്ക് രാവിലെ എനിക്ക് പഴങ്ങഞ്ഞി മതി, അമ്മമ്മയ്ക്ക് ഹേയ് പ്രഭു വെള്ളം കുടിച്ചോ? മിടുക്കി വേണേ. നിനക്ക് പിന്നെ രാവിലെ വെള്ളം വലിയ പാടാണല്ലോ. പോയി പാല് കുടി. പാല് കുടിച്ചോ? ഇച്ചിരി പാല് കടി. അപ്പോൾ അവൾ കൊടുക്കത്തില്ല, കാരണം ഇവളിപ്പം 2 മാസം പ്രഗ്നൻ്റ് ആട്ടോ. അതുകൊണ്ട് കൊടുക്കത്തില്ല. കുട്ടിയെ ഇടിച്ച് മാറ്റും. അങ്ങനെ നമ്മൾ കുടിക്കണമെന്ന് പറഞ്ഞാൽ അഴിച്ചു വിടും. അവൾ കൊടുക്കത്തില്ല, കാരണം 1 വയസ്സാവുന്നു. ഒച്ചൊന്നും അല്ല, വലിയ വെച്ചാ അവള്. ഡേടി ഞാൻ ഇവരങ്ങ് വയലിൽ കൊണ്ടുപോയി കെട്ടട്ടെ.
അങ്ങനെ നമ്മളെന്തായാലും നമ്മുടെ വയലിൽ വന്നു. ഇവള് ഹാപ്പിയായി. പുള്ളിക്കാരിയോടെ തിന്നോട്ടെ. സംഭവം ഇഷ്ടംപോലെ പുല്ലുണ്ട്. ഇത്രയും ഭാഗവും നമ്മുടെ തന്നെയാണ്, നമ്മൾ കൃഷി ചെയ്യാത്തത്. അതുണ്ടോ, ഇയാൾ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. ഇയാൾ ഇപ്പോഴാണ് വരുന്നത്. അതായത് ഇല്ല പോകുന്ന വണ്ടി ഉണ്ട്, ആ വണ്ടി കണ്ട് പേടിച്ചത് ഇപ്പോഴാണ്. അങ്ങനെ ഓടി വരുന്നതാണ്. വണ്ടി അങ്ങാണ്ട് കണ്ട് പേടിച്ചിട്ട് പറന്നിഞ്ഞ് പോരുന്നു. ഹേയ് പ്രഭു. ഇന്നലെ കയറിയതാ വായിൽ പ്രഭു എന്നുള്ള ഡയലോഗ്, ഇതുവരെയും പോയിട്ടില്ല. അപ്പോഴേ നിങ്ങളിവിടെ തിന്നാം കേട്ടോ. അപ്പം ഓക്കെ, ഞാനേ അങ്ങോട്ട് പോവാം. ഇവരിവിടെ തിന്നോട്ടെ. വയറൊക്കെ നിറഞ്ഞൊരു ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ എണ്ണം വരാവേ. എന്നിട്ട് നമുക്ക് കുളിക്കണ്ടേ? നമുക്ക് കുളിക്കണം. അവിടെ പോവാ. ഇവിടെ തിന്നെ അങ്ങനെ. പിന്നെ പശുവിൻ്റെ കണ്ണ് കണ്ടോ? കണ്ണെഴുതിയ പോലില്ലേ? അതാണ് ഈ നാടൻ പശുക്കളുള്ളൊരു പ്രത്യേകത. ചില കണ്ടത്തിൽ കാരണം ആവശ്യമില്ലാതെ ഇതിലേക്കൂടെ ട്രാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ചു. അതുകൊണ്ട് ഫുള്ള് പുതച്ചിലായി കണ്ടോ. ചുമ്മായിട്ട് ഓടിച്ചത്. എല്ലാ ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ അവരവിടെ തിന്നട്ടെ. അതൊക്കെയാണ്. ഈ ബുദ്ധിയുള്ള കർഷകരുമുണ്ട്, ബുദ്ധി ഇല്ലാത്ത കർഷകരുമുണ്ട്. അപ്പുറത്താണെങ്കിൽ 2 പശുവിനെ കൊണ്ടുവന്നു. അപ്പം കുട്ടി ഇനി കയറി വരും. കാരണം ഞാൻ പിന്നെ പോയി പിടിച്ച് പിന്നെ വയലിലാക്കിയിട്ടുണ്ട്. ആ പശുവിനെ കണ്ടതുകൊണ്ട് തള്ളയും കുട്ടിയും കൂടെ വരണ്ട് നിൽക്കുകയാണ്. ഇനി ഒന്നും തിന്നത്തില്ല. കുറച്ച് കഴിഞ്ഞ് അവരൊന്ന് ആ ഒരു ദേഷ്യമൊക്കെ മാറ്റിയതിന് ശേഷം അവരിഞ്ഞ് വല്ലതും കഴിക്കത്തുള്ളൂ. അയ്യോ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഇനി ക്ലീനിങ് ഉണ്ട്. ക്ലീനിങ് പിന്നെ മതി. ഇപ്പോൾ നമുക്ക് താറാവിനെയും ഒക്കെ ഒന്ന് തുറന്നു വിടാം. ഓടിക്കോ. ഗിനിപ്പന്നിക്കുട്ടന്മാരെ, എന്താണ് എല്ലാം ഓടി കളിക്കുന്നത്? ഇന്ന് അമ്മമ്മയ്ക്ക് രാവിലെ കാപ്പിക്ക് നമുക്കൊരു കാര്യം ബ്രെഡും മുട്ടയും കൂടെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? കറി. നമ്മുടെ ഫ്ലൈൻ ഡക്കിൻ്റെ മുട്ട അതിന് ബെസ്റ്റാണ്. 2 മുട്ട കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റ് കൊടുക്കാം. നമ്മുടെ അമ്മൂമ്മ പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. ഈ 2 മുട്ടയുണ്ട്. 2 മുട്ട വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ പറഞ്ഞാൽ പഴങ്കഞ്ഞി മതി. പക്ഷേ അവർ പഴങ്കഞ്ഞി കുടിക്കത്തില്ല. ചുമ്മാ ഇച്ചിരി വാരി തിന്നത്തില്ല. അത് മാത്രമല്ല രാവിലെ തണുപ്പുമാണ്. പഴങ്കഞ്ഞി എന്നാലും കൊടുക്കുന്നില്ല. അവിടെ പല്ലൊക്കെ തേച്ച് സുന്ദര കുട്ടപ്പിയായിട്ട് ദൈവം വരുന്നുണ്ട് കേട്ടോ. വാ ഒരു സ്പെഷ്യൽ ഫുഡ് വാ. അവയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോഴേ ചൂടാക്കണ്ടല്ലോ. അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കുന്നുണ്ട്. കൊള്ളാവോ? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. എന്നാ കഴിച്ചോ. അങ്ങനെ അമ്മൂമ്മയുടെ കാര്യമല്ലോ ഓക്കെ ആയി. നമുക്ക് നല്ല അടിപൊളി പഴങ്കഞ്ഞി ഇരിപ്പുണ്ട്. പഴങ്കഞ്ഞി, തൈര്, തലേത്ത മീൻകറി, മാങ്ങാച്ചാറ്, പിന്നെ നാരങ്ങ അച്ചാറ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 കാന്താരി മുളകും ഉണ്ടെങ്കിലേ സൂപ്പറായി. ഞാൻ കാന്താരി മുളക് പിച്ചാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമ്മുടെ അലിബായി ഒന്ന് കാണിച്ചു തരാം. അലിബായി, പ്രഭു ഇവിടെ പ്രഭു. അയ്യോ കണ്ട പൊന്നോ. ഇയാൾ നമ്മളിവിടുന്ന് മാറ്റും കേട്ടോ. സ്പെഷ്യൽ ഒരു മാറ്റമുണ്ട്. അതൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ചെറുക്ക് ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളക് പഴുത്തത് കൊണ്ട് നമുക്ക് ഇച്ചിരി പച്ച കാന്താരി മതി. 2-3 മതി. ഇത് പഴങ്ങി കുടിക്കാനില്ലയോ? പഴങ്ങഞ്ഞി കുടിക്കുമ്പം കാന്താരി മുളക് ഇല്ലെങ്കിലേ അത് രസമില്ല. പ്രവാസി മലയാളികൾ ഇത് കണ്ടിട്ട് കൊതിയൊന്നും വിടല്ലേ. അതിപ്പോഴേ പറഞ്ഞേക്കാം. ആരെങ്കിലുമൊക്കെ പ്രവാസികൾ ഇത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ വികാരം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് കഴിക്കാനുള്ള പഴങ്കഞ്ഞി, തൈര്, ഇച്ചിരി രസം ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടു. പിന്നെ മീൻകറിയുണ്ട്, കാന്താരി മുളകുണ്ട്, മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്. ഒരു പിടി പിടിച്ചാലോ? സിമ്പിൾ. കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. അത് നല്ല വൃത്തിയായിട്ടും ഒരു ദാക്ഷിണ്യവും കൂടാതെ ഇളക്കി വേണം പഴങ്കഞ്ഞി. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കണം കേട്ടോ. നല്ല അടിപൊളിയാകട്ടെ അങ്ങ് ഇളക്കിയേക്കണം. എന്നിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു കാന്താരി മുളക്. അത് കാന്താരി മുളക് ഞെവിടുന്നത് നല്ലതാണ്. ഞെവിടിയിട്ട് പിന്നെ നമ്മുടെ മാങ്ങ, തലേന്നല്ല മീൻകറി സൂപ്പറാണ്. അപ്പോഴേ ഞാൻ കഴിച്ചിട്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് ഇരുന്നു കേട്ടോ. തോനെയൊന്നുമില്ല, ഒരു 5 മിനിറ്റ്. ഇനിയിപ്പോൾ നമുക്ക് എരുത്തിലൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്നിട്ട് ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കണം, പട്ടിക്കൂടും വൃത്തിയാക്കണം. ഇതൊക്കെയാണ് ഞാൻ അടുത്ത പരിപാടികൾ. ഇതൊന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ എരുത്തിലൊക്കെ. രാവിലെ കറക്കാൻ നേരത്ത് ചാണകമൊക്കെ ഞാൻ വാരിയതാണ്. അതിന് കുറച്ച് ചാണകം കൂടെയൊക്കെ നമ്മൾ കറന്നിട്ട് പോയി കഴിയുമ്പോഴേ കുറച്ചും കൂടെയൊക്കെ വീഴും. അത് അത്യാവശ്യം നല്ല ആന പണിയൊന്നും ഇല്ലാണ്ടേ
ജസ്റ്റ് അങ്ങോട്ട് ഒരു സൈഡിലൂടെ അങ്ങോട്ട് കൂട്ടുക. ഒരു കോലൊക്കെ അങ്ങോട്ട് കോരുക. ചാണകക്കൂടെ അങ്ങോട്ട് പരിപാടി കണ്ട നല്ല അടിപൊളി ചാണകം. ഓക്കെ പുണ്ണാക്കൊന്നും കൊടുക്കും അപ്പിടുന്ന പശുവിൻ്റെ ചാണകമല്ല, നല്ല അടിപൊളി ചാണകം. ചാണകം വേണം, ചാണകം വേണമെങ്കിൽ പറയണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ഇവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാം. പൂത്ത് കണ്ട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകണം. പൈപ്പിൽ നേരെ നമ്മൾ കളക്ഷൻ എടുക്കുന്നു. ഒറ്റ പവർ നമ്മുടെ ചാണകക്കൂട്ടി കൂടെ പൈപ്പങ്ങ് അകത്ത് നിന്ന് കാണും. പിന്നെ ഒന്നും നോക്കണ്ട, ഓടിക്കോ. ഓടി 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 അയ്യോ അയ്യോ നമ്മളിങ്ങനെ ഓടി ഓടി കറക്റ്റ് സ്ഥലത്തെത്തണം. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഇവിടെ വന്ന് കാണും. കണ്ട, യെസ്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് വെള്ളം ആക്കട്ടെ. നല്ലോണം വെള്ളം അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് എല്ലായിടവും നല്ല വൃത്തിയായിട്ട് നനയ്ക്കുക. എന്താ വളരെ സിമ്പിൾ പരിപാടി. അത് ചോദിക്കാറുണ്ട് രാവിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് എങ്ങനെ എപ്പോഴാണ് ഫ്രീ ആവുന്നത്. നമ്മൾ മെനക്കെട്ടാൽ മതി. നമ്മൾ രാവിലെ എഴുന്നേക്കാന്നുണ്ടെങ്കിൽ മറ്റൊന്നിനും ഇതിപ്പോൾ എനിക്കിപ്പം താമസിക്കാൻ കാരണം ഇതിനകത്ത് വീഡിയോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പടപടാതെ പരിപാടി നടത്തും. അല്ല എല്ലായിടവും ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള പരിപാടിക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ചൂല് വെച്ച് അത് വൃത്തിയായിട്ടൊന്ന് തേച്ചൊരച്ച് ഈ അഴുക്കെല്ലാം പുറത്തിടണം. ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈച്ച ശല്യമൊക്കെ കുറയും കേട്ടോ. ഇവഴേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതാ വരുന്നു. നമ്മുടെ തൊഴുത്ത് കണ്ടേ വൃത്തിയായി. തൊഴുത്ത് തുറന്ന് കാണിക്കുന്നത് വെയിറ്റ് 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 ഇനി അപ്പുറത്ത് പോയി ഇത് വലിച്ചിളക്കട്ടെ. സംഭവം ദേ ഇവിടെ എത്തി. ഇത് എന്തിനു വേറൊന്നുമല്ല, നമ്മുടെ ചെടികൾക്ക് കൂടെ വെള്ളം ഒഴിച്ച് കറങ്ങി നമ്മൾ നേരെ നമ്മുടെ പട്ടിക്കൂടെടുത്തോട്ട് പോകുന്നു. അവരുടെ കൂടെ കൂടെ വൃത്തിയാക്കുന്നു. ഇതാണ്. അപ്പോൾ ഞാൻ ഈ ചെടിക്ക് ഫുള്ളൊന്ന് വെള്ളം ഒഴിക്കട്ടെ. ഇത്രയും ഫുള്ള് ഇവിടെ ഒഴിക്കാണ്ട് ഈ പോകുന്ന വഴിക്കും അവിടെ ഇവിടെ നമുക്ക് കുറച്ചൊരു പച്ചക്കറി കൃഷി തോട്ടമുണ്ട്, അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പട്ടിക്കൂടെ എടുത്തോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അതങ്ങനെ എല്ലാം ചെടിക്കും വെള്ളം ഒഴിച്ചു. തെങ്ങിനുണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ റോക്കി കഴിഞ്ഞ് ഇറക്കണം. റോക്കി എൻ്റെ കൂട്ടി എന്ത് കാണിച്ചിരിക്കുന്നത് നോക്കുമല്ലോ. ഇവിടെ വാ, ഇവിടെ പോവാ. എൻ്റെ പുറത്തല്ല ചാടണ്ടേ, വാ അവിടെ. എടാ എൻ്റെ കൂട്ടി ഞാൻ വെള്ളം ഒഴിക്കട്ടെ. കയറരുത് കൂട്ടി, കയറരുത് ഇറങ്ങി എൻ്റെ മോനിൽ വാ. വണ്ണം കൂടെ അടയ്ക്കട്ടെ. ഞാനേ ഈ കൂടൊക്കെ കണ്ട് ഇഷ്ടം പോലെ വേസ്റ്റ് കിടപ്പുണ്ട്. ടോമിയുടെ ഒരു കഥയുണ്ട്, ഞാൻ പിന്നെ പറയാം. അത് കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഞാൻ ഈ റോക്കി ഞാൻ പിന്നെ കാണിച്ചതാ. ഞാൻ ഈ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ട് വരുന്നു. ഇറങ്ങണം. കുരുത്തക്കേട് അടങ്ങ് റോക്കൂ. അമ്മീ എല്ലാം നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. റോക്കി കൂടൻ്റെ പുറത്ത് വലിയ കുഴപ്പമില്ല, എന്നാലും ഒന്ന് ചീപ്പൊന്ന് നല്ലതാട്ടോ. ഓക്കെ, കൂടെ വേണം കേട്ടോ. നമുക്ക് അപ്പോഴത്തേക്ക് പുറമൊക്കെ ഒന്ന് ചീപ്പാ. ഇങ്ങോട്ടാ എനിക്ക് നൊന്താ നോക്കി. അല്ലെ ഭയങ്കര സൂക്കാണ്. കയറ് വിളി കയറ്, ഇവിടെ കയറണ്ടേ, എന്നെ വിളി കയറ് ഗുഡ്. അവിടെ അല്ലേ ഇവിടെ കയറാനെ വിളി. അഹങ്കാരം നേരെ മറിച്ചൊരു ഷാടമായിരുന്നു കണ്ടല്ലേ. ഇതിൻ്റെ അനുസരണമായിരുന്നു അറിയോ. ഇനി വാ റോക്കി വാ എന്നെ വിളി കയറ. അവിടെ ഇല്ലേ ഞാനൊന്ന് ഇവനെ ചീപ്പി ഒന്ന് വൃത്തിയാക്കട്ടെ. എന്നിട്ട് ഇതാ വരുന്നു. എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടാ. എന്താ പുറമൊക്കെ നമ്മളിങ്ങനെ എത്ര രോമമുള്ള ഡോഗിനെയൊക്കെ അത്യാവശ്യം ഒന്ന് ചീപ്പി വൃത്തിയാക്കാന്നുണ്ടെങ്കിൽ അടിപൊളി. ഇനി വന്നേ റോക്കി, ഇത് നോക്കുന്നേ. എടാ അവനെ മേളിൽ കയറുന്നു. ബാ കൂട്ടി കയറാം, മതി. എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. എടാ കുരുത്തക്കേട് കൂട്ടി കയറി മതി. ടോമി രാത്രി മാത്രമേ തുറന്നു നിർത്തുള്ളൂ കേട്ടോ. കയറിക്കോ കൂട്ടി കയറാ. മിടുക്കൻ. അപ്പോഴത്തേക്ക് മക്കൾ റെസ്റ്റ് ചെയ്തോ, ഞാൻ പാലൊക്കെ കൊണ്ടുതരാവേ. അപ്പോഴേ അതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കോഴിക്കോടും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ഞാൻ അവർക്കെല്ലാം വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുക്കണം, ഫുഡെല്ലാം കൊടുക്കണം, ഗിനിപ്പന്നിക്ക് പുല്ല് കൊടുക്കണം. അതിനെന്തായാലും ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ അത്രയും നേരം ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ താണ്ടെ എലിക്കൂടെല്ലാം വൃത്തിയാക്കി നമ്മുടെ പ്രാവുകൾക്കെല്ലാം തീറ്റി കൊടുത്ത് അവർ തിന്നു കഴിഞ്ഞു. പിന്നെ നമ്മുടെ കോഴികൾക്ക് അത്യാവശ്യം കുറച്ച് എന്താ പറയുക തീറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയിലയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ. അപ്പോൾ ഇനിയിപ്പം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സച്ചു ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സച്ചിനൊരു ചാനലുണ്ട്. സച്ചിൻ്റെ ചാനലിൻ്റെ പേര് പറ. സച്ചൂസ് ഡൊമൈൻ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കയറുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെറുക്കിനെ സഹായിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എലിക്കുള്ള പുല്ലും കൂടെ അറുത്ത് കഴിഞ്ഞാൽ ഈ പണി തീർന്നു. അതിനുശേഷം നമുക്ക് നേരെ അടുക്കള കലവറയിലെ പാചകം. ഓക്കെ, അപ്പോൾ സച്ചു വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റി. അതുകൊണ്ട് അവൻ വീഡിയോ എടുത്തത്. ഇതുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഇലകളാണ് നമ്മുടെ എലിക്കുട്ടന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ഒരാൾക്ക് ഒന്ന് വറച്ച് കഴിഞ്ഞാൽ
എളുപ്പമാണ്, അവന്മാരങ്ങ് നിന്നോളൂ. എന്താ എല്ലാം ഒന്നും കൊടുക്കാൻ അരവുള്ളതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള നമ്മുടെ അയ്യോട്ടൊക്കെ നിൽക്കുന്ന അയ്യവും വൃത്തിയാവും. ഒന്നും നമ്മൾ കുടിക്കുകയും ചെയ്യും. ഇനിയിപ്പം വേനൽ സമയമാണ്, അതുകൊണ്ട് തന്നെ ഇനി അവിടെ തന്നെ നിന്ന് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വയലിലൊക്കെ പിന്നെ പുല്ലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോഴേ ഞാൻ ഇതൊക്കെ ഒന്ന് പറിച്ച് എനിക്ക് കൂട്ടന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. എന്തേ നമുക്ക് പിന്നെ വരാം. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞാൽ ഉടനെ നേരെ അടുക്കളയിലോട്ട് കയറുന്നു. ഉച്ചയാകുമ്പോൾ തിരിച്ച് പശുവിനെ കൊണ്ടുവന്ന് കുളിപ്പിക്കും. അപ്പോൾ ഇത് ഞാൻ കൊടുത്തിട്ട് ഇതാ എലിക്കുട്ടന്മാരെ എന്നാ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് മൊത്തം തപ്പിക്കോ. കോഴി ഇറച്ചിയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മമ്മ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട് കണ്ട. ഓക്കെ, പിന്നെ ചക്കി ഒരു കഷ്ണം കോഴി ഇറച്ചി തിന്നണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നടപ്പുണ്ട്. ചക്കയുടെ കൊച്ചുങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ വ്ളോഗ് ചെയ്യാം. എന്നിട്ടാണ് ഞാൻ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞൊന്ന് വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ ഒഴിക്കണം. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വൃത്തിയാക്കി അമ്മ എന്നെ വന്നിട്ട് തല്ലിക്കൊല്ലും. പിന്നെ ബാക്കിയുള്ള അമ്മമ്മ ഒരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മമ്മ എന്തൊക്കെയോ അരിഞ്ഞുകൊണ്ടിരിക്കും. തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്, അമ്മമ്മ കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഇഷ്ടംപോലെ ഇറച്ചിക്കറി വെക്കുന്ന വീഡിയോ ചെയ്തത് കൊണ്ട് ഞാൻ അതിട്ട് ഇതിനകത്ത് കുഴപ്പിക്കുന്നില്ല. അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ വെച്ചതിന് ശേഷം കാണാം. നമ്മുടെ കോഴിക്കറിയൊക്കെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വേവട്ടെ. നേരത്തെ ഒരു പശു പോയതിൻ്റെ ആ ഒരു ദേഷ്യം നമ്മൾ നന്ദിനിക്കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ പശുവിനെ അവർ അഴിക്കാൻ വരാൻ സമയമായി. അപ്പം വീണ്ടും അതേ ദേഷ്യം തന്നെ നന്ദിനിക്കുട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വയലിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് ചെറിയൊരു മുകളിൽ ഇങ്ങനെ തിളക്കട്ടെ. ആ പശുവിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവരിവിടെ നിന്നേനെ. പക്ഷേ ഈ പശുവിനെ കാണുമ്പോൾ കുട്ടി അഴിച്ചിട്ടേക്കുമല്ലയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവള് പുറത്ത് അടിക്കില്ല, അവൾ കുറ്റി പറിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഒരു അത്യാവശ്യം 12 മണിയാവാൻ പോകുന്നു. വെയിൽ തോനെയുണ്ട്, കാറ്റുണ്ടെങ്കിലും വെയിലാണ്. അവരെല്ലാം അവിടെയൊക്കെ തിന്നുവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കയറ്റി കുളിപ്പിച്ച് അങ്ങ് തണലത്ത് കെട്ടാം പോരെ. ഇതൊക്കെ എന്നും ചെയ്യുന്നതാണ്, ഞാൻ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അമ്മയോ അച്ഛനോ ഒന്നും വയറി ഇറങ്ങത്തില്ല. അതുകൊണ്ട് നമുക്ക് അവധി ദിവസങ്ങളിൽ മാത്രമേ ഇവരെ ഈ കുട്ടിയെ ഞാൻ തുറന്നു കൊടുത്തോളൂ, അതായത് മീൻസ് അഴിച്ചു കൊടുത്തോളൂ. ഇന്നാളൊക്കെ ഞാൻ അഴിച്ചു വിടുക. അപ്പോൾ ഈ പശുക്കളിൽ കൂടെ പോകുന്നത് കൊണ്ട് ഇവൾ അവരുടെ കൂടെ ഓടിയങ്ങ് പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടായതുകൊണ്ട് തോണ്ടാക്കി വിട്ടേക്കണം. അതുകൊണ്ട് ഇഷ്ടം പോലെ തിന്ന് വയറൊക്കെ നിറഞ്ഞവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അവരെയും കൂടി ഞാൻ അഴിച്ച് കയറ്റാം. ചെറിയൊരു തീയിലിട്ടാൽ പോലെ, പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ. അടിപൊളി. അമ്മമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കോഴിയിറച്ചി. വേറെ ഒരു ഇറച്ചി അവർക്ക് വേണ്ട, കോഴിയിറച്ചി കിട്ടിയോ സെറ്റ്. എണ്ണ തെളിഞ്ഞില്ല, കുറച്ച് നേരം കൂടെ ഒന്ന് വേവട്ടെ. അടുത്തതായിട്ട് അമ്മമ്മ അതാണ്ട് നമ്മുടെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചക്ക അവിയൽ വെക്കാൻ പോവാണ്. ചക്ക അവിയൽ വേണോ ചക്കി നിനക്ക്? ഇതിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അങ്ങനെ അമ്മമ്മയുടെ സ്പെഷ്യൽ ചക്ക അവിയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാവോ? എന്തോ കൊള്ളാം, ടേസ്റ്റ് ചെയ്തിട്ട് തരുമ്പോൾ കൊള്ളാന്ന് പറയാം. എൻ്റെ പൊന്നി അമ്മമ്മയുടെ ഒരു കാര്യം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കൂ, ഉപ്പുണ്ടോ നോക്കിയോ. ഊതിയൊക്കെ എടുത്ത് ഉപ്പുണ്ടോ? ഹൈ 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 ഹൈ. അപ്പോൾ നമ്മുടെ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞു. ചിക്കൻ കറി വെച്ചു, ചക്കയവിലുണ്ട്, ചോറുണ്ട്, മോരുണ്ട്, നാരങ്ങാച്ചാറുണ്ട്, മാങ്ങാച്ചാറുണ്ട്. പിന്നെ ചെറിയൊരു സലാഡും കൂടെ ഉണ്ടാക്കണം. പിന്നെ അടുക്കള ക്ലീൻ ചെയ്യണം, പശുവിനെ കുളിപ്പിക്കണം. അങ്ങനെ കുറേ പണിയുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണാനിരിക്കുമ്പോൾ ഞാനും അമ്മമ്മയും കൂടെ വരാൻ കേട്ടോ. അമ്മമ്മയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ, ഇവിടെ കലാപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ വിഷ്ണുവൊക്കെ ഡബ്ബിയം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഡബ്ബിങ് സ്റ്റുഡിയോ ഉണ്ടോ? ഡബ്ബിങ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ. എന്നിട്ട് എൻ്റെ ശരണൊക്കെ ഇരുന്ന് ഡബ് ചെയ്യുന്നുണ്ട്. ഹലോ, ഇരുന്ന് പുഴുങ്ങുവാണ് ഗൈസ്. വെരി ഗുഡ് ഗൈസ്. അപ്പം മച്ചാമാരിയതേ നമ്മുടെ ചോറ്, ചക്ക, നമ്മുടെ കോഴിയിറച്ചി, പിന്നെ ഞാൻ മാങ്ങ എടുത്തോളൂ, നാരങ്ങയൊക്കെ ഉണ്ട് വേണ്ട, പിന്നെ ഒരു സംഭവം കുറച്ചൊരു വെള്ളരി അരിഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഫുഡ്. അമ്മമ്മയ്ക്ക് മോര് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇറച്ചി ഉള്ളപ്പം മോര് വേണ്ട, അതുകൊണ്ട് നമ്മൾ മോരൊന്നും എടുത്തില്ല. അപ്പം ഞാനും അമ്മമ്മ ഇത് കഴിക്കുവാണേ. അപ്പം അമ്മമ്മ ഇരിക്കുവാണ്, ഇരുന്നോ, കഴിച്ചോ. അപ്പോഴേ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കൊതിപ്പിക്കുന്നില്ല, ഞങ്ങളിതങ്ങ് ഫിനിഷ് ചെയ്യുവാണ്. കാരണം വെട്ടമില്ല കേട്ടോ, ഈ ബൾബ് പോയി, അതാണ് ഈ പ്രശ്നം. അപ്പം ഞങ്ങളിത് കഴിക്കുവാണേ. കൊള്ളാവോ? അയ്യപ്പ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു, അമ്മൂമ്മയും കഴിച്ചു. അമ്മൂമ്മ അപ്പുറത്തോട്ട് പോയി.
അമ്മ കിടക്കാൻ പോയാണ്. ഞാനൊരു ഇച്ചിരി നേരം ഒന്ന് മയങ്ങും. ഈ സമയത്താണ് കേട്ടോ നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ, ഇൻസ്റ്റാഗ്രാമിനകത്ത് യൂട്യൂബിലൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സമയം. പിന്നെ ജോലിക്കാ പോകുന്നതെന്നെങ്കിലും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ വരും. ഇപ്പോൾ കുറച്ച് തവണ കഴിഞ്ഞതിന് ശേഷം വിഷ്ണുവിന് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ചാനലിലോട്ട് കാണും. അപ്പോൾ അതിന് മുമ്പ് ജോലി അങ്ങ് ഒതുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം വയലിൽ പോവാം. കുറച്ചും കഴിഞ്ഞിട്ട് വരുന്നത് എന്നിട്ട് വയലിൽ പോയി ഒരാൾക്ക് പോച്ച ചേർത്ത് പശുവിനെയും കൊണ്ടുവന്ന് കെട്ടി വെള്ളവും കൊടുത്ത് പോച്ച ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ജോലി തീർന്നു. പിന്നെ താറാനെല്ലാം കയറ്റി കഴിഞ്ഞാൽ ആ പണിയും തീർന്നു. പിന്നെ വൈകിട്ട് വിളക്കെത്തിക്കുക അതൊക്കെ തന്നെ. അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പം നമുക്ക് പോച്ച ഇറക്കാൻ പോകുമ്പോഴത്തേക്കാണ് കുറച്ച് നേരത്തേക്ക് മയക്കം. തക്കിപ്പിണ്ണി ചായ കുടിച്ചോടി. അതെ, ഞങ്ങൾ ചായ ഞാൻ കുടിച്ചോട്ടെ. ഞങ്ങൾ ആ വ്ലോഗ് ചെയ്യുന്നത് വിട്ടുപോയി, ഫ്ലാഷിൽ പോയി. നാളെ രാവിലെ നമുക്ക് ചപ്പാത്തിയും കോഴിയിറച്ചി. ചപ്പാത്തി ഇവിടെ ഇപ്പോൾ ചൂടാക്കാം. അപ്പം ഞങ്ങൾ ചായ ഞാൻ കുടിച്ചു കേട്ടോ. ചക്ക ഉണ്ടായിരുന്നു, അച്ചപ്പം ഉണ്ടായിരുന്നു. അച്ചപ്പം തിന്നിട്ട് ഇതേ ചക്കി പോകുന്നു. ചക്കയുടെ കുഞ്ഞുങ്ങളെ വീഡിയോ ഞാൻ ചെയ്തില്ല, ഞാൻ ചെയ്യാവേ. അപ്പം ഇനിയിപ്പം കലാപരിപാടികൾ എന്ന് പറയുമ്പോൾ വെയിൽ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചാക്ക് പോച്ച ഇറക്കണം, പശുക്കളെ കൊണ്ടുവന്ന് കെട്ടണം, വെള്ളം കൊടുക്കണം, കോഴികൾക്കെല്ലാം തീറ്റി കൊടുക്കണം, കോഴികളെ കൂട്ടിക്കെട്ടണം, കുളിക്കണം, രാത്രിത്തേക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം. ഇതൊക്കെയാണ് ഇനിയുള്ള പ്ലാൻ. അപ്പം നമ്മൾ ഇനിയിപ്പം വെയിൽ ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞിട്ട് യശസ്സിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എനിക്ക് ചിലപ്പോൾ അവൻ പോച്ച ഇറക്കാൻ നമ്മുടെ കൂടെ വരും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകും. എന്തായാലും ഒരു ചാക്ക് പോച്ച ഇറക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ചായ കുടിച്ചേ ഉള്ളൂ, കുറച്ച് നേരം കൂടി ഇരുന്നിട്ടേ ഉള്ളൂ പരിപാടിയൊക്കെ. അപ്പോഴത്തേക്ക് വൈകിട്ടത്തേക്കുള്ള യൂട്യൂബിലെയും ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയൊക്കെ വീഡിയോസ് എല്ലാം ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് നേരെ വയലിലോട്ട്. അമ്മമ്മോ, ഞാൻ പോച്ചിറക്കാൻ പോവാ. ഇല്ല, പോച്ചിറക്കാൻ പോവാ. പോട്ടെ. യെസ് മച്ചാമാരി, ഇപ്പം നമ്മളിത് കത്തിയൊക്കെ ആയിട്ട് വയലിൽ പോവാണ് പോച്ചിറക്കാൻ. പോച്ചിറത്തിട്ട് എന്നിട്ട് വേണം ഇവരെയൊക്കെ അഴിച്ചേറ്റിക്കട്ടെ. വയലിൽ പോയി കുറച്ച് പോച്ചിറത്തിട്ട് വരാതെ. അയ്യോ മച്ചാമാരെ, ഞാൻ വയലിൽ വന്നു. ഞാൻ കുറച്ചൊക്കെ അറുത്തിട്ടുണ്ട്. ഞാനുണ്ടോ ഇത് ഇത്ര അറുത്തു, ഇതുകൊണ്ടല്ലോ അവിടെ ഇത്രയും കുറച്ച് അറുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചാക്കിനകത്തിന് വാരി വെക്കണം. പക്ഷേ ഇത് മുതലാവത്തില്ല. ഞാൻ ഈ ഭാഗത്ത് കുറച്ചും കൂടെ അറക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം കൊടുക്കാനുള്ള ഒരു ചാക്ക് പോച്ചയാകും കേട്ടോ. ഞാൻ ഇക്കരെ വന്നുകൊണ്ട് അക്കരെ ആട്ടോ എൻ്റെ വീട്. കുഴഞ്ഞ് നല്ല രസമില്ല മേഘം കാണാൻ. യെസ്, നമ്മളങ്ങനെ കണ്ട ഒരു ചാക്ക് പോച്ചേർത്തു. ഇതും കൊണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിൽ പോന്നു. പശുവിനെ കഴിക്കും. എളുപ്പമൊന്നുമല്ല, കൊച്ചു പോച്ചയാണ്. വലിയ പൊക്കമുള്ള പോച്ച അല്ലാത്തതുകൊണ്ട് തന്നെ അറക്കുന്നതിന് സമയമെടുക്കും കേട്ടോ. അത് കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് പോച്ചയകത്ത് ഞാൻ കുഴഞ്ഞു. വെള്ളം കുടിച്ചോളാം, വീട്ടിൽ പോയിട്ടാണ് വെള്ളം കുടിക്കാൻ. എന്തായാലും ഇതും കൊണ്ടിട്ടിട്ട് നമുക്കിനി പശുവിനെ കഴിക്കും. അയ്യോ കൊണ്ട് ഒത്തിച്ച് കൃഷ്ണൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ട് വരണം. കുഞ്ഞുങ്ങളെ ഇനി വിളിക്കാൻ പോട്ടെ. അമ്മൂമ്മ എന്ത് ചെയ്യുക, ചായ കുടിച്ചിട്ട് പോയാൽ പോക്കാ. ഞാൻ അമ്മയ്ക്ക് പിന്നെ വേറെ കാര്യമുണ്ട്, നേരത്തെ കുടിക്കും. 5-5:30 മുമ്പേ കുടിക്കും. പിന്നെ വിളക്കെത്തിപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മുത്തശ്ശിമാർ വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഞാനീ പറയുന്നതിൻ്റെ ആ ഒരു പൊരുൾ മനസ്സിലാവും. അതില്ലാതെ പോയവർക്ക് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വെള്ള അറിയുമെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമവും നമുക്ക് മനസ്സിലാവുന്നത്. അതിന് കുഞ്ഞുങ്ങളെ എടിയേ, ഇതാരാ? ഇപ്പോൾ അവളെ അയച്ചിട്ട് പോകുന്ന നോക്കിയാൽ അവൾ പോയി പാൽ കുടിക്കാൻ നോക്കും. അപ്പോൾ അമ്മയച്ഛനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം പാലിന് നമുക്ക് ആവശ്യമില്ല, കുറച്ച് പാൽ മതി. അതുകൊണ്ട് അവൾ കുടിച്ചോട്ടെ. നന്ദിനിക്കുട്ടി, എൻ്റെ പൊന്നിതാരാ? എൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ചില്ല. അയ്യോ ഷോരി. അയ്യോ ആ മൊബൈലാണ് എൻ്റെ. അവളെ കഴിച്ചോട്ടെ. അങ്ങനെ നിൽക്കട്ടെ. ഞാൻ എലിക്ക് നല്ല പച്ച പുല്ല് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇച്ചിരി എടുത്ത് നമ്മുടെ എലിക്കുട്ടന്മാർക്ക് കൊണ്ട് കൊടുക്കാം. മീൻസ് നമ്മുടെ ഗിനിപ്പന്നിക്കുട്ടന്മാർക്ക്. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കരച്ചിലുണ്ട്. ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളവിടെ കടവലെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. ഇപ്പം കരയും വേണം ചിലപ്പോൾ അവിടുന്ന്. നമ്മൾ രാവിലെ കൊടുത്താൽ വല്ലതും ഉണ്ടോയെന്നൊക്കെ എല്ലാം തിന്നു. എന്നാ തട്ടി കയറ്റി കൊടു. ഇത് രാവിലെ നോക്കുമ്പോൾ നോക്കണം, ഒരെണ്ണം കാണത്തില്ല. അതാണ് ഇവരുടെ പ്രത്യേകത. ഇവർക്ക് എപ്പോഴും 24 hours ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. ഇനി ഇതിനെ കയറ്റും ഞാൻ പാട്. പോയിടി പോ, പലതും പലയിടത്തായിരിക്കും. പോ, സമയമില്ല, പോ. നിങ്ങൾ അമ്പലത്തിലും പോകണം. പോ റോക്കി, നിന്നെ ഇതൊക്കെ പഠിപ്പിക്കണമല്ലോടാ. റോക്കി മൊന്നി, ഇതെന്തുവാടാ കൂട്ടിനകത്ത് ഇട്ടേക്കുന്നത്? ഇനി ഇത് വൃത്തിയാക്കണമല്ലേ. ടോമിയേ ഇതാരാ? പടപടെ. യെസ് കേട്ടാം. തുറന്നോട്ടെ. പൊട് അല്ല ഹബീബി അല്ല. പൊട്. ഞാനിവിടെ ഇല്ലാത്തതിൻ്റെ അന്ന് 2-3 എണ്ണത്തിനെ വള്ളിപ്പൂച്ച പിടിച്ചിട്ടുണ്ട് കേട്ടോ. വള്ളിപ്പൂച്ചയുടെ ശല്യമുണ്ട്. ഇനിയിപ്പം അതിനെ ഓടിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കിയേ പറ്റും. അപ്പോൾ അതും കഴിക്കും. അങ്ങനെ എല്ലാവർക്കും വെള്ളം കൊടുക്കും കേട്ടോ.
കുറച്ച് കുടിച്ച് ബാക്കി കാണും, അത് പിന്നെ ഒന്ന് കുടിച്ചോളും. കഞ്ഞിവെള്ളം കേട്ടോ. ഞങ്ങൾ കൊച്ചുങ്ങൾക്ക് പുണ്ണാക്കൊന്നും കൊടുക്കത്തില്ല, നാടൻ രീതിയിലുള്ള രീതിയാണ്. വെറുതെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ വിചാരിക്കും പുണ്ണാക്ക് എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന്. പുണ്ണാക്ക് കൊടുക്കാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്ണാക്കി പകുതി മുക്കാലും കെമിക്കലാണ്. ഈ വരുന്ന പരുത്തിക്കകത്ത് പകുതി മുക്കാലും അറിയാവുന്ന അറിയത്തില്ല, പകുതി മുക്കാലും ബൈൻഡാണ് നമ്മൾ അരച്ച് തരുന്നത്. അതുപോലെ എല്ലാ പുണ്ണാക്കും എല്ലാം കെമിക്കൽ. അത് പശുക്കൾക്ക് ഭയങ്കര ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമുള്ള പാല് മതിയല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കാടി അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ആക്ഷൻ കൂടെ കാണിച്ചത്. ഇളക്കി കൊടുത്തെങ്കിൽ ആശാത്തി പിന്നെ ഒന്നുകൂടെ കുടിക്കത്തുള്ളൂ. ഇടി പെണ്ണെ മതിയോ? ഓക്കെ. എത്ര വയറ് നിറഞ്ഞു വന്നാലും ഇവക്ക് നമ്മൾ വെള്ളം കൊടുത്തിട്ട് പോച്ച കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ എങ്ങും വിടത്തില്ല. ഇവിടെ കിടന്ന് കേ മാന്ന് കരയും. ഇത് പിന്നെ സമാധാനം തിന്നത്തുള്ളൂ, കുറേശ്ശെ തിന്നത്തുള്ളൂ. പക്ഷേ ഇതങ്ങനല്ല, എത്രമാത്രം വായിക്കാത്ത ഇടിച്ചു കയറ്റാൻ പറ്റും അത്രമാത്രം ഇടിച്ചു കയറ്റും. അതാണ് നമ്മുടെ പെൺകൊച്ച്. അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഉള്ളൂ. ഇനിയിപ്പം ഒരു സുന്ദരി പെണ്ണെ കാണാം, സുന്ദരി പെണ്ണെ, ക്യൂട്ട് ബേബി ആണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ പൂജാ റൂമിലോട്ടുള്ള പോക്കാണ്. പൂജാ റൂമിലോട്ടാണ് ഇനി അമ്മ പോകുന്നത്. വിളക്കത്തിക്കാൻ പോവാന്നോ? പൊടിച്ചൊക്കെ ഇറക്കാൻ വേണ്ടി പോവാണ്. തിരുവനന്തപുരം ഭാഷ പറഞ്ഞത് പരം തൂത്തിറക്കിയ അങ്ങനെ കണ്ട് പറയും. അപ്പോൾ എൻ്റെയും പണികൾ എല്ലാം കഴിഞ്ഞു, ഓക്കെ ആയി. ഇനിയിപ്പം ഇനി ഞാൻ കുളിച്ചിട്ടൊക്കെ വരാവേ. ബായ്. എല്ലാ ജോലിയും കഴിഞ്ഞ് ഒന്നുമില്ല. കോഴികളെ അടച്ചു, പ്രാവുകളും കൂടെ അടച്ചു, എലിക്ക് തീറ്റി കൊടുത്തു, റോക്കിക്കുള്ള ഫുഡെല്ലാം കൊടുത്തു. റോക്കിയുടെ കൂടെ ഒന്ന് വൃത്തിയാക്കണം, ഞാൻ വൃത്തിയായിക്കോളാം. പിന്നെ ബാക്കിയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മളൊരു ദിവസം. ഇതിൻ്റെ ഇടയ്ക്കൂടെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ അമ്മൂമ്മ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഓഫീസിൽ പോകാഞ്ഞത്. ഞാൻ നാളെയും പോകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ നമ്മൾ അമ്മ ഉണ്ടായതുകൊണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അമ്മയും നോക്കിക്കോളും. അമ്മയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ ജോലിയായിരുന്നു. അപ്പോൾ എന്നാൽ ഞാൻ കുളിച്ചേച്ചും വരാം. രാമ 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 വാണിമ രാമ 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 അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം ഇവിടെ സമാപിച്ചു. ഇത്രയേ ഉള്ളൂ. ഇനി അമ്മൂമ്മയുടെ സീരിയലാണ്. ഞാൻ ഇരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും, ഓൺലൈനിലൊക്കെ നോക്കും. പിന്നെ ബാങ്കിലെ കുറച്ച് ലീഡൊക്കെ അടിക്കാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ വിളിക്കുവാണെങ്കിൽ പുറത്തു പോകും. ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു ദിവസം. ഇഷ്ടപ്പെട്ടോ? ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നാടിനെയും വില്ലേജ് ലൈഫും എന്താ പറയുക, മൃഗസ്നേഹവും നാടൻ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ എപ്പോഴും വീഡിയോസുകളായി വരുന്നതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പുതിയ വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ.